ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയുടെ 3rd ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇപ്പോൾ ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിത് തികച്ചും യൂസ്ഫുള്ളായിരിക്കും. ഇപ്പം കുറേ പേർക്ക് ടെൻഷൻ ഉണ്ടാവും എങ്ങനെയാണ് കെമിസ്ട്രി പഠിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആദ്യം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും കുറവ് പഠിക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 2 ടോപ്പിക്കാണ്: മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അതും ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ആറ്റം എന്താണെന്ന് പഠിക്കാൻ തുടങ്ങിയതാണ്. നമുക്കറിയാം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് ആറ്റം എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയറായി അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടെന്നറിയാം. അതുപോലെ ഈ ഒരു ന്യൂട്രോണിന് ചാർജ് ഇല്ലെന്നും പ്രോട്ടോണിന് ചാർജ് ഉണ്ടെന്നും പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എലമെൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതൊക്കെ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യൂറസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതായത് ഒരു പ്യൂറസ്റ്റ് സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? എലമെൻറ്റ് എന്ന് പറയാം. ഈ ഒരു പീരിയോഡിക് ടേബിളിനെ നമ്മൾ ഗ്രൂപ്പ്, പീരീഡ് എന്ന് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഇതെന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ് ഗ്രൂപ്പ്, ഇത് ഫോർത്ത് ഗ്രൂപ്പ്. ഇങ്ങനെ ഈ മേലെ നിന്ന് താഴോട്ടേക്ക് ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് എഴുതുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഫസ്റ്റ് പീരീഡാണ്, ഇത് സെക്കൻഡ് പീരീഡാണ്, ഇത് തേർഡ് പീരീഡാണ്, ഫോർത്ത് പീരീഡാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത് അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് പീരിയോഡിലെ എലമെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസും അതുപോലെ ഒരു സിമ്പൽ എഴുതിയതിൻ്റെ ശേഷം ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റോമിക് മാസ് എഴുതുന്നതെന്നും അതുപോലെ ഈ ഒരു നമ്പറിനെയാണ് അറ്റോമിക് നമ്പർ എന്നൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതായത് ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ മുന്നോട്ട് വെച്ചത് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഇവിടെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് നമ്മൾക്കറിയാം ഈ ഒരു പീരിയോഡിക് ടേബിളിനെ ഗ്രൂപ്പ്, പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പ്, ഈ യെല്ലോ കളറിലുള്ള ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. ഈ ബ്ലൂ കളറിലുള്ളതിനെ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് പറയും. പിന്നെ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രാൻസിഷൻ മെറ്റൽസ്. പിന്നെ ഈ ഒരു കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ്. പിന്നെ ഉള്ളതാണ് മെറ്റലോയിഡ്സ്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിലുള്ളതാണ് ഹാലോജൻസ്. പിന്നെ നോബിൾ ഗ്യാസ് ആണ് ഇത്. പിന്നെ ഉള്ളതാണ് ലാന്തനോയിഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ടിനോയിഡ്സ് ആണ്. അതായത് നമുക്കറിയാം നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു SDF അങ്ങനെ ഒരുപാട് ബ്ലോക്സ് ഉണ്ടെന്ന്. ഈ 2 ഗ്രൂപ്പും എന്ന് പറയുന്നത് S ബ്ലോക്കിൽ പെട്ടതാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? D ബ്ലോക്കിൽ പെട്ടതാണ്. ഇത് P ബ്ലോക്ക് പെട്ടതാണ്. ഇത് F ബ്ലോക്കിൽ പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിന് ആൽക്കലി മെറ്റൽസ് എന്നാണ്, ഇതിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്, ഈ ഒരു ഗ്രൂപ്പിന് ഹാലോജൻ എന്നാണ്, അതുപോലെ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ നോബിൾ ഗ്യാസിൻ്റെ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെതും വാലൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെത് +1 ആണ് വാലൻസി എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെത് +2 ആണ്. പിന്നെ 13th ഗ്രൂപ്പിൻ്റെത് +3, 14th ഗ്രൂപ്പിൻ്റെത് +4 അല്ലെങ്കിൽ -4 ആവാം. 15th ഗ്രൂപ്പിൻ്റെത് -3, 16th ഗ്രൂപ്പിൻ്റെത് -2, 17th ഗ്രൂപ്പിൻ്റെത് -1, ഈ ഒരു 18th ഗ്രൂപ്പിൻ്റെത് 0. ഈ രീതിയിലാണ് ഓരോ ഗ്രൂപ്പിൻ്റെയും വാലൻസി ഉണ്ടാവുക. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ
ഷെൽസിൻ്റെയും സബ് ഷെൽസ് നമുക്കറിയാം. ഫസ്റ്റ് ഷെല്ല്, ഒരു ഷെല്ലാണ് ഉള്ളതെങ്കിൽ, ഒരു ആറ്റത്തിന് ഒരു ഷെല്ലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ സബ് ഷെൽ എന്ന് പറയുന്നത് എസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു ആറ്റത്തിന് 2 ഷെൽസാണ് ഉള്ളതെങ്കിൽ അതിലുള്ള സബ് ഷെൽസ് എന്ന് പറയുന്നത് എസും പി ആയിരിക്കും. ഇനി 3 ഷെൽസ് ആണെങ്കിൽ എസ് പി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷെല്ലുകൾ ഉണ്ടാവും. ഇനി 4 ഷെൽസ് ആണെങ്കിൽ എസ് പി ഡി എഫ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യം തന്നെയാണ്. എനർജി ലെവൽസ്, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഡയറക്ഷനിൽ എനർജി എന്ന് പറയുന്നത്, അതായത് എനർജി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഷെല്ലിൻ്റെ എനർജിയേക്കാൾ കൂടുതലായിരിക്കും അടുത്ത് വരുന്ന ഷെല്ലിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? കെ ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് എസ് ഷെല്ല് എന്ന് പറയുന്നത്. അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 2 ഇലക്ട്രോൺസാണ്. എൽ ഷെല്ലിൻ്റെ സബ് ഷെൽസാണ് എസും പിയും. അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? എസ്സിൽ 2ഉം പിയിൽ 6ഉം ആണ്. എം ഷെല്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സബ് ഷെൽസ് ഉണ്ട്, എസും പിയും ഡിയും. അതിൽ എസ്സിൽ 2ഉം പിയിൽ 6ഉം ഡിയിൽ 10ഉം ആണ്. എന്നിൻ്റെ കേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എസ് പി ഡി എഫ് 4 സബ് ഷെൽസാണ് ഉണ്ടാവുക. എസ്സിൽ 2ഉം പിയിൽ 6ഉം ഡിയിൽ 10ഉം എഫിൽ 14ഉം ആണ് ഉണ്ടാകുക. നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എന്താണ് ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? അതായത് ദ പ്രോപ്പർട്ടി വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവെൽ, അതായത് ഒരു റെഗുലർ ഇൻ്റർവെല്ലിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെയുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസാണ് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് റേഡിയസ്, അയണിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റീവ്, ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ നിന്ന് മേലെ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് കൂടി വരികയാണ്. എന്നാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് താഴെ നിന്ന് മേലോട്ടേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരും. ഇനി മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു പീരീഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക്, അത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത്, അതായത് ഈ പി ബ്ലോക്കിലെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു നോബിൾ ഗ്യാസ് അതൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്? ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ നോബിൾ ഗ്യാസ് ആണ്, ഇവിടെ മെറ്റൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇനി അറ്റോമിക് റേഡിയസ് നമ്മൾ ഇവിടെ ഗ്രൂപ്പിൻ്റെ കേസ് പറഞ്ഞു. ഇനി പീരീഡിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്? അറ്റോമിക് റേഡിയസ് കൂടി വരികയാണ് ചെയ്യുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു അറ്റോമിക് റേഡിയസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഇതിലാണ് പോവുക. അപ്പോൾ ഈ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഈ ഒരു മേലേന്ന് ഈ ഒരു താഴേന്ന് മേലോട്ടേക്ക് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി ഈ ഗ്രൂപ്പിൻ്റെ കേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പല്ല പീരീഡിൻ്റെ കേസിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി കൂടി വരും. അതുപോലെ തന്നെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നതും കൂടി വരികയാണ് ചെയ്യുക. മോഡേൺ പീരിയോഡിക് ടേബിൾ, അതായത് നമ്മളിപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നോട്ടിലേക്ക് എങ്ങനെ എഴുതുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെൻറി മോസ്ലി വർക്ക്ഡ് ഓൺ ദ atomic spectra of elements proved that atomic number is most fundamental property. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ആൾ അറ്റോമിക് സ്പെക്ട്രോ ആയിട്ട് ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഒരു എലമെൻറ്റിൻ്റെ മോസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ അനുസരിച്ചായിരിക്കും. ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ ഹീ പ്രപ്പോസ് ദാറ്റ് പീരിയോഡിക് ലോ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അതിൽ സ്റ്റേറ്റ് ചെയ്തത് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് നമ്പർ, അതായത് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിനാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. മോഡേൺ പീരിയോഡിക് ലോ ബേസ് ചെയ്തിട്ട് ഒരുപാട് പീരിയോഡിക് ടേബിൾസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളാണ്. ഈ ഒരു പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 7 ഒറിസോണ്ടൽ റോസ് ആണുള്ളത്, അതിനെ പീരീഡ്സ് എന്നും 18 വെർട്ടിക്കൽ കോളംസ് ആണുള്ളത്, അതിനെ ഗ്രൂപ്പ് എന്നും പറയുന്നു. ഒരു എലമെൻറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണെങ്കിൽ അത് സെയിം ഗ്രൂപ്പിലാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
കോൺഫിഗറേഷൻ്റെ ലാസ്റ്റിൽ ഇപ്പോൾ 2s² ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ഗ്രൂപ്പ് പെട്ടതാണെന്നുള്ളതാണ്. ദ ഗ്രൂപ്പ്സ് ആർ നമ്പർ, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 to 18 എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതിയിട്ടാണുള്ളത്. പിന്നെ ഈ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതിന് സെയിം വാലൻസി. ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻസിൻ്റെയൊക്കെ വാലൻസി എന്ന് പറയുന്നത് +1 ആണ്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയൊക്കെ +2 ആണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ്, അതായത് സെയിം ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെല്ലാം സിമിലർ പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും ഷെൽ നമ്പറും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇതെന്താണ്, ഇത് ഒരു ഷെല്ല് ഉള്ളത് 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെല്ലാണ്, അതായത് ഒരു ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് ഈ 1s എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെല്ലാണ് അവിടെ ഉള്ളത്, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി 2 ഷെൽസ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. എത്രയാണോ ഷെൽസ് ഉള്ളത് അതിന് ഈക്വൽ ആയിരിക്കും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ളത്. അടുത്ത പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പീരീഡ് കണ്ടെയ്ൻ 2 എലമെൻറ്റ്സ്, അതായത് ആദ്യത്തെ പീരീഡിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്, അതായത് ഹൈഡ്രജനും ഹീലിയവും. അതിൻ്റെ സബ്ഷെൽ എന്തൊക്കെയാണ് വരുന്നത്? 1s ആണ് വരിക. എന്തുകൊണ്ട്? നമുക്കറിയാം 1sൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം ഹീലിയത്തിൻ്റെത് 2 ആണ്. അപ്പോൾ നമുക്കറിയാം 1s ആണ് അതിൻ്റെ സബ്ഷെല്ല്, അതിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ഇതാണ് ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പീരീഡ് കണ്ടെയ്ൻ 8 എലമെൻറ്റ്, അതായത് രണ്ടാമത്തെ പീരീഡിൽ 8 എലമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പീരിയോഡിക് ടേബിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 6 എലമെൻറ്റ്സും ഇവിടെ 2 എലമെൻറ്റ്സും ഉള്ളത്. അവിടെ ഉണ്ടാക്കുന്ന സബ്ഷെല്ല് എന്ന് പറയുന്നത് 2sഉം 2p ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പീരിയോഡിക് ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. തേർഡ് പീരീഡിൽ എന്താണ്? തേർഡ് പീരീഡ് നോക്ക്, നിങ്ങൾ ഇവിടെ നോക്ക് 3sഉം 3p ആണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ മോഡൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങളെ മനസ്സിൽ നിൽക്കുന്നതായിരിക്കും ഓരോ കാര്യങ്ങളും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം വാരി വലിച്ച് അതേ സെൻറ്റൻസ് പഠിക്കുന്നതിന് പകരം ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എക്സാമിൻ്റെ ഹാളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തേർഡ് പീരീഡ് ഓൾസോ കണ്ടെയ്ൻ 8 എലമെൻറ്റ്സ്. സോഡിയം ടു ആർഗൺ. അപ്പോൾ ഇവിടെ സോഡിയം ടു ആർഗൺ അവിടെയുള്ള സബ്ഷെല്ലാണ് 3sഉം 3p എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് പീരീഡാണ്. പിന്നെ ഫോർത്ത് പീരീഡിൽ 18 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അവിടെ ഉള്ളത് എന്താണ്? ഇവിടെ പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ ആണ്. അവിടെയുള്ള സബ്ഷെൽസ് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 4s 3d 4p ആണ് വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫിഫ്ത്ത് പീരീഡിൽ എന്താണ്? 18 എലമെൻറ്റ്സ് ആണ്. റുബീഡിയം ടു സെനോൺ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സബ്ഷെൽസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 5s 4d 5p ആണ് വരുന്നത്. ഇവിടെ ഇതെന്താണ്? ഒരു ലോങ് പീരീഡാണ്. ഇവിടെ ദീസ് 2 periods ആർ കോൾഡ് ലോങ് പീരീഡ്സ്. സിക്സ്ത് പീരീഡിൽ എന്താണ്? 32 എലമെൻറ്റ്സ് ആണുള്ളത്. സീഷ്യൻ ടു റെഡോൺ. ഇവിടെയുള്ള സബ്ഷെൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ്. 6s വരുന്നുണ്ട്, 4f വരുന്നുണ്ട്, 5d വരുന്നുണ്ട്, പിന്നെ 6p ആണ് വരുന്നത്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പീരീഡാണ് ഈ പീരിയോഡിക് ടേബിളിൽ. ഇത് മോൺസ്റ്റർ പീരീഡ് എന്ന് ഇതിനറിയപ്പെടുന്നുണ്ട്. 7th പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പീരീഡാണ്. ഇതിൽ 32 എലമെൻറ്റ്സ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള സബ്ഷെൽസ് എന്ന് പറയുന്നത് 7s 5f 60 7p ആണ്. ഇവിടെയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈച്ച് 5th and 6th periods ആർ പ്ലേസ്ഡ് ഇൻ ഒരു സെപ്പറേറ്റ് റോ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട്. ഇതിനെ ടുഗദറായിട്ട് നമുക്ക് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയാം. ഈ 14 എലമെൻറ്റ്സ് ഓഫ് 6th പീരീഡ്, അതായത് ഈ 6th പീരീഡിൽ 14 എലമെൻറ്റ്സ് ആണുള്ളത്. അതിനെ ലാന്തനൈറ്റ്സ് എന്നാണ് പറയുക. റെയർ എർത്ത് എലമെൻറ്റ്സ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ പല പേരുകളിലായിട്ട് ഈ ലാന്തനൈറ്റ്സിനെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ 14 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 7th പീരീഡിലുണ്ട്.
തോറിയം ടു ലൗറീഷ്യം അതിനെയാണ് ആക്ടിനോയിഡ്സ് എന്നൊക്കെ പറയും. ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സബ്ഷെല്ലിൽ ഏത് ഇലക്ട്രോൺ ആണ് ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട്, അതാണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇതൊക്കെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒരു പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടുള്ള. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.